ഒന്നും പണിയില്ല കേട്ടോ. അച്ഛാ അച്ഛാ, നമുക്ക് മഴവില്ല് കാണാൻ പോയാലോ? ദൈവമേ, എടാ മഴയുണ്ടെങ്കിലല്ലേ മഴവില്ലുണ്ടാവുള്ളൂ. ആണോ? ആ മഴവില്ല് അച്ഛന്റെ കൂടെ ഇങ്ങനെ കളിച്ചു നടന്നോ? ഒന്നും പഠിക്കണ്ട. അയ്യോ, പ്രാവൻ ഇംഗ്ലീഷ് നിനക്ക് എത്ര പ്രാവശ്യം പറഞ്ഞു തന്നാടാ? എത്ര പ്രാവശ്യം പറടാ. നിനക്കെന്താടി പ്രാന്തായോ? ഒരു ഇംഗ്ലീഷ് പേരിലാണോ എല്ലാം ഇരിക്കണേ? ഓ സഹായം എത്തി. അയ്യോ എന്റെ പെത്തൊക്കെ. സാറ് വലിയ ഇംഗ്ലീഷ് പ്രൊഫസർ അല്ലേ? എന്നാ പറ, പ്രാവിന്റെ ഇംഗ്ലീഷ് പേരെന്താ? എടി പെണ്ണെ, ഒരു പക്ഷിയുടെ പേരാണ് പ്രാവ്. നിന്റെ പേരെന്താ? പ്രിയ. പ്രിയയുടെ ഇംഗ്ലീഷ് പേരെന്താ? പ്രിയ. ഇത്തവണ പ്രാവിന്റെ പടം മനസ്സിലാവാത്തോണ്ട് കിട്ടിയില്ല. കഴിഞ്ഞ തവണ ലോട്ടിട്ടപ്പോ അതിലും ഇല്ല. ഇനി ആകെപ്പാടെ 2 എണ്ണം കൂടിയേ ഉള്ളൂ. അതെ, അവനെ ഒരു നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ ഞാൻ മാത്രം കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു. അരവിന്ദേട്ടന് ഇതിനെ പറ്റി വല്ല ചിന്തയുണ്ടോ? എടി അവനെ നല്ല സ്കൂളിൽ ചേർക്കാനുള്ള എൻ്റെ ആഗ്രഹമല്ലേ. പിന്നെ പണ്ട് മുതലേ ആഗ്രഹങ്ങൾ മറച്ചു വെക്കാന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ് അല്ലേ. സോറി. അമ്മേ അമ്മേ, എനിക്ക് പ്രാവൻ ഇംഗ്ലീഷ് അറിയാം. പിജിയൻ, PIGEON. ശരിയല്ലേ അമ്മേ? കരയണ്ട. മോൻ എന്താ ഇത് അന്ന് പറയാത്ത? മനു മറന്നുപോയി അമ്മ, ഇനിയും മറക്കില്ല. സോറി മോനു. കണ്ട, അച്ഛൻ്റെ മോന PGN. ഒരു പാവം പ്രാവിന്റെ പേരാ. ചുമ്മാ അല്ല വിറ്റുന്ന നിലത്ത് കാത്ത്. കൃഷ്ണ, ചുമയ്ക്കുള്ള മരുന്നുണ്ടോ? ഇല്ല, ചുമ കുറയാനുള്ള മരുന്നുണ്ട്. വേണ്ട വേണ്ട വേണ്ട, വിശ്വാസായി ഇപ്പൊ തരാം. അതെ, ഈ മരുന്ന് വെള്ളത്തിലിട്ട് 2 തവണ ആവി പിടിക്കും. ഇത് രാവിലെയും വൈകിട്ടും ആഹാരത്തിന് ശേഷം. എത്രയായി? 51 ആദ്യം. ശരി. ഗുഡ് മോർണിംഗ് മുതലാളി. അത്ര ഗുഡ് മോർണിംഗ് ഇല്ല. ഇന്നലെ നീ എന്താ പറയാണ്ട് ലീവ് എടുത്ത്? അത് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടേനു. ഫോണിൽ കൂടെയാണോ ലീവ് ഉണ്ടാക്കണം? അല്ല, നിങ്ങളെ മുഖത്ത് വയ്ക്ക് എനിക്ക് പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട്. അയ്യോ, സത്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് ലീവാക്കി. എന്ത് സാഹചര്യം? അല്ല, ഉമ്മേൻ്റെ പിറന്നാളേനു. അപ്പോൾ വാപ്പ ലീവാക്കി, ഞാൻ ലീവാക്കിയില്ല. ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടു. മനസ്സിലാവാഞ്ഞോണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ വരുന്നുണ്ടോ? ആ, ഞാൻ ചോറൊക്കെ കൊണ്ടുവന്നുണ്ട്. ഓ, കുറച്ച് നേരം കടയിൽ നോക്കാൻ പറ്റും? അതിനെന്താ, എനിക്ക് ടൗണിൽ പോയി സ്റ്റോക്ക് എടുക്കാനുള്ള. എടുത്തോളി. ഇന്നിപ്പോൾ എൻ്റെ തലയിലായി. 2 ദിവസമായിട്ട് നല്ല കോളാണല്ലോ അല്ലേ? കാലം തെറ്റിയ മഴ, ഒടുക്കത്തെ ചൂട്, കാറ്റ്, എന്തുകൊണ്ട് സൂക്കട്ട് പടരാൻ പറ്റിയ സാഹചര്യമാണ്. വരുന്ന വഴിക്ക് മുതലാളി ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ചവറ് കൂമ്പാരം കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എന്തിനു? പകർച്ചവാദി പടരാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുക. ദുഷ്ടത്തരം പറയണ്ട, സാധനങ്ങൾ റാക്കിലേറ്റ്. അപ്പോഴേക്ക് ദുഷ്ടത്തരം. എൻ്റെ തീറ്റി. ഇന്നലത്തെ ബിരിയാണി നിങ്ങൾക്കും കൂടി ഉണ്ട്. എൻ്റെ പട്ടി തിന്ന സ്മെല്ലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആദ്യം എൻ്റെ ലൈലയ്ക്കൊരു ഫോണ്, എന്നിട്ട് പണി. ചേട്ടാ, അതെ, എൻ്റെ വയറ്റുന്ന ഒരു സാധനം ഇങ്ങനെ ഉരുണ്ട് നെഞ്ഞത്ത് വന്ന് നിൽക്കുക. കുറച്ച് നേരം ഇരിക്കാൻ പറയും. ഒരു പച്ച ഗുളികയുണ്ട് ഇവിടെ, അത് കുടിച്ചാൽ അപ്പം മാറും. അപ്പം നിങ്ങളാട് കയറി എടുത്തോളി. നിങ്ങൾക്ക് അറിയാലോ, ഒന്ന് പെട്ടെന്ന് എടുത്തുക. എന്നാൽ ഞാൻ എടുത്തു തരുന്നവരെ കാത്തിക്കും. ഗ്യാസിൻ്റെ ഗുളിക, എന്നിട്ട് ഒന്നെ പഠിപ്പിക്കുക. അല്ല, ഇവിടുന്ന് ഏത് ഭാഗത്തുനിന്ന് എടുത്തു തരല്ലേ? അവിടെ അത് 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 ആ ഇതോ, ഇത് പച്ചയാ? ഇതല്ലേ? അതന്നെ. ഇതാ പേരെന്താണ്? ശുക്കൂർ. ആ, അപ്പം പച്ച മതി, പെട്ടെന്ന് മാറി കിട്ടും. ആ, കണ്ടില്ലേ? കണ്ടപ്പോൾ തന്നെ മാറണുണ്ടില്ലേ? അതാ പറഞ്ഞ് ഭയങ്കര സ്പീഡായിട്ട് വിളിക്കും. വേൻ തരി. എവിടെ പൈസ കൊടുക്കുന്നത്? ഇതവിടെ 12 റുപ്യ. മാമാ. മാമനല്ല, അരവിന്ദ്. അച്ഛാന്ന് കളിക്കാൻ ഞാൻ നന്നായി. ആ മോള് അതിൻ്റെ ഇടയ്ക്ക് ഒരു തെണ്ടി ഗുളിക വാങ്ങാൻ വന്ന്. ആ, ഓഫീസിലെത്തിയോ? ഞാനെത്തി. ഞാൻ ഇവിടെ പഴയ മാറ്റന്നെ നോക്കളത്രയും പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ടോണിക്ക് 2 കമ്പനീൻ്റെ ഉണ്ട്. 2ൻ്റെ ഫോട്ടോ ഞാൻ വാട്സപ്പിൽ അയച്ചുതരാം. എന്നിട്ട് ഏതാന്ന് തീരുമാനിച്ചിട്ട് പറയും. പൈസ ഒന്നും വേണ്ട, എനിക്കിവിടെ മരുന്നൊക്കെ ഫ്രീയാ. ഞാൻ ഈ ഷോപ്പ് തന്നെ മറച്ചു വിട്ടാലും മുതലാളി ഒന്നും പറയില്ല. അത്രയ്ക്ക് ഓക്കെ ഓക്കെ. ഓയിൽമെന്റ് 2 നേരം കുടിക്കി, അല്ലല്ല പെരട്ടി എന്നാ ശരിയാ. മനുവിന് കിട്ടിയില്ലല്ലേ? ആ, ഞാനും നോക്കിയായിരുന്നു. ആലീസിനും ഇല്ല. ആന കള്ളന്മാരെ ഇവരൊക്കെ. ലോട്ടാണത്രേ ലോട്ട്. നല്ല ഡൊണേഷൻ കൊടുത്താൽ താനെ ലോട്ടിൽ പേര് വരും. അല്ലെങ്കിൽ പിന്നെ അവരുടെ സഭയിൽ തന്നെ ആയിരിക്കണം. ഞങ്ങളുടെ കാര്യം തന്നെ കണ്ടില്ലേ? പറയുമ്പോൾ എല്ലാവരും ക്രിസ്ത്യാനികളാ. പക്ഷെ ആരെയൊക്കെ എടുത്താലും മറ്റു സഭയിലുള്ളവരെ ഇവരെടുക്കില്ല. ചാക്കോച്ചൻ പറയുന്നേ കറക്റ്റ്.
ഇപ്പൊ എവിടെ ചെന്നാലും പാരന്റ്സിന്റെ സാലറി സർട്ടിഫിക്കറ്റ്, പാരന്റ്സിന്റെ എഡ്യൂക്കേഷൻ ഇതൊക്കെയാ ചോദിക്കുന്നത്. അതൊക്കെ ചുമ്മാതാന്നേ. ഈ ലിസിയുടെ മോന് സെന്റ് ജോൺസിൽ അഡ്മിഷൻ കിട്ടിയത് എങ്ങനെയാ? അവളുടെ ഹസ്ബൻഡ് സ്കൂളിൽ പോലും പാസ്സായിട്ടില്ല. അതെ, അവളുടെ പപ്പ മിനിസ്റ്ററെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചതാ. അല്ലെങ്കിൽ പിന്നെ എന്റെ മോൾ ആലീസിന് സെലക്ഷൻ കിട്ടാതിരിക്കോ? അവള് സ്മാർട്ടാണെന്ന് നിനക്കും അറിയാവുന്നതല്ലേ. മനു എന്താ മോശം? ആന കള്ളന്മാര്. നമ്മുടെ കുട്ടികളെ ഇവിടെയൊക്കെ പഠിപ്പിക്കാതിരിക്കുന്ന തന്നെയാ നല്ലത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ലിസി, ഇരിക്കൂ. അല്ല, നിങ്ങളെ ഭാര്യയ്ക്കാരാ പ്രിയാന്ന് പേരിട്ട്? അതെ, ഞാൻ സ്റ്റോക്ക് എടുക്കാൻ ഓ. പോവാ. കഴിയുന്നിടത്തോളം ഇതൊന്ന് കൊളാക്കി തരാം. ഓ, പൈസ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നോക്കി പോയിക്കോളി. പാണ്ടിയിലൊരു തലങ്കം വെലങ്കം പോണാ. പോടാ. അരവിന്ദ, മേനോൻ സാർ, ഇന്നലെ ബ്ലോസം സ്കൂളിലെ റിസൾട്ട് വരുന്നു പറഞ്ഞ് ചെന്ന് നോക്കിയോ? അത് ശരിയായില്ല സാറേ. എന്ത് പറ്റി? ഇത്തവണ അവനെ ഒരു കിളി ചതിച്ചു. വിജിയോൺ. കാക്കയല്ലേ? കാക്കയല്ലടാ, മുല്ലാക്ക. ഈ സ്കൂൾ അഡ്മിഷൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുകിൽ എല്ലായിടത്തെയും പോലെ പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ വേണം. വല്ല മന്ത്രിയോ MLA യോ കൗൺസിലറോ അങ്ങനെ ആരെങ്കിലും. മന്ത്രി ഇല്ലേ, ഒരു മുക്കറി ഉണ്ടാവുക മതിയാവുക പോരെ? അങ്ങനെ ആരെയും പരിചയം? അച്ഛന്മാരെ പരിചയമുണ്ടോ? അച്ഛന്മാരോ? അതല്ല, പള്ളിയിൽ അച്ഛന്മാര്, വല്ല ബിഷപ്പോ വികാരിയോ റെക്ടറോ അങ്ങനെ ആരെങ്കിലും. ആകെ പരിചയം ഉണ്ടായിരുന്ന അച്ഛനോട് ആസ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വന്നിരുന്ന. ആ. ഒരു മാസമായിട്ട് ഇപ്പോൾ വരണമില്ല. ആ മരുന്ന് പലിച്ച്. അതെയോ? നാളെ പള്ളിയിൽ കൂട്ടമണി കേട്ടിട്ടുണ്ടേനു. ചവിട്ട് വെച്ചോ? ഇവന്റെ ഒരു കാര്യം. ഞാനൊന്ന് ടൗൺ വരെ പോയിട്ട് വരാം. ശരി. ആ. അപ്പോ ഞാൻ പറഞ്ഞ പോലെ താൻ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് ചെയ്യ. ആ, മേനോൻ സാറിന് മരുന്ന് വെച്ച് കൊടുക്കും. ശരി, ആസ്മേന്റെ ഗുളിയല്ലേ നിങ്ങൾക്ക് വേണ്ടേ? താൻ വാങ്ങിക്കോ എൻ്റെ അടുത്ത്. എനിക്ക് വയറ്റുപോക്കിന്റെ ഗുളികയാണോ? രണ്ടിനും ഒന്ന് തന്നെയാ കൊടുക്കല്. ഒന്ന് പോടാ. ലിസി, അലന് സ്പോക്കൺ ഇംഗ്ലീഷ് ട്യൂഷൻ എടുത്ത സാറില്ലേ? ജോർജ് സാറാണോ? ആ. പുള്ളി ഇപ്പോൾ കോഴിക്കോടാ. എന്തു പറ്റി? അല്ല, മനുവിന് ഒരാളെ വെക്കാൻ ആലോചിക്കുന്നുണ്ട്. അതാണോ കാര്യം? എനിക്കറിയാവുന്ന 1-2 പേരുണ്ട്. ഞാൻ നമ്പർ ആ, തരാം. ശരി. മനുവിന്റെ അഡ്മിഷൻ ശരിയായില്ല അല്ലേ? ഏയ് അതല്ല, ഇപ്പോഴത്തെ പ്ലേ സ്കൂൾ നല്ലതാ. വീട്ടിന്റെ അടുത്തല്ലേ. അടുത്ത കൊല്ലം വേണമെങ്കിൽ അവിടെ തന്നെ പഠിക്കാലോ. പിന്നെ ഈ ട്യൂഷൻ? അത് അരവിന്ദേട്ടന്റെ നിർബന്ധമാ. എന്താ മോളെ നീ ഇന്നലെ വിളിക്കാത്തെ? ഇല്ലമ്മേ, ഞാൻ എന്തായി അവന്റെ കാര്യം? ഇനി വേറെ സ്കൂൾ നോക്കണം. അപ്പോ അതും ശരിയായില്ലേ? ഇല്ല. സാരമില്ല, മനുവിനെ കൂട്ടിയിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറയൂ. കുറച്ചു കാലയില്ലേ കണ്ടിട്ട്. മോളെ, നീ മനുവിനെയും കൂട്ടി ഇങ്ങോട്ടൊന്ന് വരൂ. അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞാ മതി. ഞാനിവിടെ ഓരോരോ കാര്യത്തിന് ഓടി നടക്കുക. അതിലാർക്കും ഒരു വിഷമവും ഇല്ല. അച്ഛൻ അവന്റെ കൂടെ ഇങ്ങനെ കളിച്ച് നടന്നാ മതിയല്ലോ. നാളെയും കഴിഞ്ഞ് 2 ദിവസത്തേക്ക് അവധിയല്ലേ? അതാ അച്ഛൻ പറഞ്ഞത്. നോക്കട്ടെ അച്ഛാ, മനുവിന് ട്യൂഷനൊക്കെ ശരിയാക്കാനുണ്ട്. ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റണേ. എന്നാ വരാൻ പറ്റാന്ന് ഞാൻ വിളിച്ച് പറയാം അച്ഛാ. ഇവിടെ അഡ്മിഷന്റെ കാര്യം ഓഫീസിലെ തിരക്കോ എല്ലാം കൂടി ഒരുമിച്ച് വന്നോണ്ടാ. ആ, അത് മതി. ശരി അച്ഛാ, ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. അതിലിന്റെ വലിപ്പം കണ്ടിട്ട് ഒടുക്കത്തെ ഡൊണേഷൻ ആയിരിക്കും. എന്താ അവിടെ? ഞാനീ അഡ്മിഷന്റെ. അഡ്മിഷനോ? അതിന് കള്ളന്മാരെ പോലെ പതുങ്ങി വരുന്ന എന്തിനാ? സോറി. വലതുവശത്താ ഓഫീസ്. അറ്റൻഡർമാരൊക്കെ എവിടെ ഇരിക്കണം? അറ്റൻഡർമാരോ? അതെന്തിനാ? അല്ല, ഈ വഴിക്ക് പോയപ്പോ വെറുതെ സുഖാണോ? ആ, ഓഫീസിൽ എന്ന് ചോദിച്ചാൽ മതി, അവിടെ നിന്ന് അറിയാം. അവിടെ. ശരി. അയ്യോ, ഹലോ. നീ വന്നേ. ഗുഡ് മോർണിംഗ് സാർ. എന്താ? ഞാനിവിടെ സ്കൂളൊക്കെ ഒന്ന് കാണാനായിട്ട്. കാണാനോ? ഇതെന്താ മ്യൂസിയം ആണെന്ന് വിചാരിച്ചോ? നല്ലതാണോ എന്നറിയാൻ. എന്ത് നല്ലതാണെന്ന്? സ്കൂളേ. അല്ല, നിങ്ങളെ ആരെയും ഇങ്ങോട്ട് കടത്തി വിട്ടത്? അശ്വിൻ. അശ്വിൻ? ഫാദർ അരവിന്ദ്. ഫാദർ അരവിന്ദ്? പ്രിയ മെഡിക്കൽസ്. മെഡിക്കൽസ്? ഇതെന്താണോ, ഇത് ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ചോ? നല്ലതാണെന്ന് പറയാം. സാർ ഇവിടുത്തെ അറ്റൻഡർ ആണല്ലേ?
അല്ല ആണെങ്കിൽ എന്താ നന്നായി. ഞാൻ നോക്കിയിരിക്കായിരുന്നു. ആരോടാ ചോദിക്കേണ്ടതെന്ന് അറിയാതെ. എന്ത് ചോദിക്കാൻ? സാറിനെ കാണാനേ വന്നാ. എന്തിനാ? ഒരു കാര്യം. എന്ത് കാര്യം? അല്ല ഇങ്ങനെ എല്ലാവരെയും മുമ്പിൽ വെച്ച് അത് എന്താണോ നമുക്ക് ആ ടോയ്ലറ്റിൽ നിന്ന് പോയാൽ അതല്ല ചെറിയൊരു സാധനം. എന്ത് സാധനം? ഡൊണേഷൻ. ഓ, ഡൊണേഷൻ വാങ്ങിയിട്ട് മോൻ്റെ അഡ്മിഷൻ ഒന്ന് ശരിയാക്കി തരണം. വാട്ട് നോൺസെൻസ് ആർ യു സേയിങ്? അല്ല ഇവിടെ പ്രശ്നമാണെങ്കിൽ സാർ വീട്ടിൽ അഡ്രസ് തരാണെങ്കിൽ ഞാൻ വീട്ടിലെത്തിച്ചേരാം. സെക്യൂരിറ്റി പുള്ളിയുടെ കയ്യിൽ കൊടുത്താൽ മതിയോ? ദേ താൻ ഇവിടുന്ന് പോന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണം? വേണ്ട, ഡൊണേഷൻ വേണമെങ്കിൽ കൈക്കൂലിട്ടാരും. എങ്ങനെയെങ്കിലും ഒന്ന് പ്ലീസ്. എന്തിനാണ് ഇവിടെ ചുറ്റി കളിക്കുന്നത്? ഒന്ന് സാറിനോട് പറഞ്ഞ് ശരിയാക്കി തരും. ഒന്നും പറയണ്ട. ചേട്ടൻ വിചാരിച്ചാൽ നടക്കും. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. വെളിയിൽ പോയേ, വെളിയിൽ പോടോ. ബൈക്ക് എവിടെ ഇരിക്കണേ? അതെ, പുളിമൂട് ജംഗ്ഷനിലെ ഒരു കുമാർ ടൈലറിംഗ് യൂണിറ്റ് ഉണ്ട്. അവിടെ ചെന്ന് ടൈലർ കുമാറിനെ കണ്ടാൽ മതി. പുള്ളി ശരിയാക്കി തരും. അഡ്മിഷൻ്റെ കാര്യമല്ലേ? അല്ല, ആര് പറഞ്ഞു? ഹോളി സയൻസിലെ പീറ്റർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ? ആ ചെല്ലു ചെല്ലു. ശരി, താങ്ക് യു പീറ്റർ. യെസ് ടിന. ഹലോ, ഞാൻ പ്രിയ ആണ്. ഗ്ലോബൽ ഇമിഗ്രേഷനിലെ ലിസി പറഞ്ഞിട്ട്. ഓ ഓക്കെ. അതെ, എൻ്റെ മോന് ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കുന്നതിന് വേണ്ടി. ബട്ട് ടൈമാണ് പ്രശ്നം. ഇപ്പൊ തന്നെ ഫുള്ളി പാക്ഡ് ആണ് സ്കെഡ്യൂൾ. പിന്നെ മിസ് ലിസി ഒരുപാട് നിർബന്ധിച്ചിട്ടാ. അല്ല, ഇടയ്ക്കെപ്പോഴെങ്കിലും ഒരു ഇത്തിരി സമയം മതി. ഓക്കെ, വീക്ക്ലി ട്വൈസ് ആക്കാം. ട്യൂസ്ഡേ ടു തേഴ്സ്ഡേ ഈവനിങ് 5:30 to 7. അയ്യോ, 5:30യോ? അത് ഞാൻ മനുവിനെ കളിക്കാൻ വിടുന്ന സമയമാ. കളിക്കാനാ ഈ പ്രായത്തിലാ? വേറെ സമയത്തൊന്നും ഞാൻ ഫ്രീ അല്ല. അത് പ്രശ്നമല്ല, 5:30 ഓക്കെ. ഫോണിൽ ചോദിക്കുന്നോണ്ട് ഒന്നും വിചാരിക്കരുത്. ഫീസ് എത്രയാവും? മന്ത്ലി 1500. വീക്ക്ലി 3 hour ക്ലാസ്. എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്? നോർമലി പേരൻസ് എന്നോട് പറയുന്നത് ഞാൻ കുട്ടികളോട് വെറുതെ സംസാരിച്ചാൽ മതി എന്നാണ്. പിന്നെ അവർ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് തന്നെ ഇംഗ്ലീഷ്. ഓ, ആൽഫബറ്റ്, നമ്പേഴ്സ്, ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഈ ട്യൂസ്ഡേ തുടങ്ങാലോ അല്ലേ? ഓഫ് കോഴ്സ് മാം, ഓഫ് കോഴ്സ്. അഡ്രസ് ഒന്ന് വാട്സാപ്പ് ചെയ്തേക്കൂ. ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാം. ആ ഓക്കെ. താങ്ക് യു. മനു, അംബാനിക്കാരെ സീറ്റ് കൊടുക്കാത്ത? അംബാനി അല്ലേ മോളെ? ഒന്ന് ബ്രേക്ക് കൊടുത്തു. എന്താ പറഞ്ഞേ? ഓ, തമ്പാൻ, പൂർണിമ തമ്പാൻ. ഞാനും വിചാരിച്ചേ അംബാനിക്കൊക്കെ ഈ ഗതി വന്നല്ലോ എന്ന്. അതൊക്കെ ആ ഫോണിൽ സംസാരിക്കാൻ. സ്കൂളിലാണ് പഠിക്കുന്നത്. ആ, പൂർണിമയ്ക്ക് ചേച്ചിയുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ അഡ്മിഷൻ വേണം. അത്രയല്ലേ ഉള്ളൂ? നമുക്ക് നോക്കാന്നേ. ഫോം നമ്പർ പറയൂ. 321. ഓൾ റൈറ്റ്, ഐ വിൽ ട്രൈ. ഞാനല്ലേ പറയുന്നേ. നിലവിലുള്ള റേറ്റുകൾ ഞാൻ പറയാട്ടോ. സെൻറ്റ് ജോൺ 6, വിദ്യാശില്പ് 7, ഹോളി സെയിൻസ് 5, ബ്ലോസംസ് 6. മൂത്ത കുട്ടി അവിടെ പഠിക്കുന്നുണ്ടെങ്കിലോ ബന്ധുക്കൾ ആരെങ്കിലും ടീച്ചേഴ്സ് ആയിട്ടുണ്ടെങ്കിലോ 2 കുറയും. അങ്ങനെയൊന്നുമില്ലേ? പള്ളിയിൽ വല്ല പിടിപാടും ഉണ്ടോ? അയ്യോ, ഇത് പള്ളി മാറിപ്പോയി. സാരമില്ല, കാശുണ്ടല്ലോ. അത് മതി, അത് മതി. എന്ത്? സിംഗിൾ പേരന്റോ? അയ്യോ, എങ്ങനെ മരിച്ചു? ഓ, കളഞ്ഞിട്ട് പോയതാണോ? then it's not a problem. അതൊരാളെ നമുക്ക് വാടകയ്ക്ക് എടുക്കാം. ഞാനല്ല, ഞാൻ വേറെ ആളെ അറേഞ്ച് ചെയ്യാം. ഡോണ്ട് വറി. ഹാപ്പി ഫാമിലിയാണെന്ന് നമുക്ക് തോന്നണം, അത്രയേ ഉള്ളൂ. അതൊക്കെ ഞാൻ അഡ്മിഷൻ വാങ്ങി തന്നിട്ട് പറയാം. ഇത് കൂടുതലൊരു സേവനമായിട്ടാണ് ഞാൻ കരുതുന്നത്. ശരി, ഓക്കെ. നമസ്കാരം സാർ. എന്താ സാർ? ഞാൻ പീറ്റർ പറഞ്ഞിട്ട് വരാ, ഹോളി സയൻസിലെ. ഓ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. വരൂ. 1-2 സ്കൂളൊക്കെ നോക്കി, ഒന്നും ശരിയായില്ല. നിങ്ങളുടെ കുട്ടിക്ക് ABCD 1 to 10 ഒക്കെ എഴുതാൻ അറിയോ? അറിയാം സാർ. എൻ്റെ മോനും അറിയാം. ദാ ആയിരിക്കുന്ന അജിത് സാറില്ലേ, പുള്ളിക്കാരൻ്റെ മോനും അറിയാം ABCD 1 to 10 ഒക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ഈ കുട്ടികളെ എങ്ങനെ വേർതിരിക്കും? സെയിം ബുദ്ധി, സെയിം പ്രായം, സെയിം IQ, എല്ലാം സെയിം. പിന്നെ ഒരു കാര്യം, അച്ഛനമ്മമാർ എന്ത് ചെയ്യുന്നു എന്നാ, പാരൻസ് അവരുടെ സാമ്പത്തിക നിലയും എഡ്യൂക്കേഷനും. ഇരിക്കും. സാറേ, ഈ ലോഗോ ഇടത് സൈഡിലല്ലേ? അയ്യോ, ലേബിൾ ഇടതുവശത്തല്ല, ഈ കൊല്ലം മുതൽ വലതുവശത്ത് വെക്കാനല്ല ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പേരൻസ് കഴിഞ്ഞ കൊല്ലത്തെ യൂണിഫോം തന്നെ ഈ കൊല്ലം കുട്ടികൾക്ക് ഇട്ട് കൊടുക്കും. നമുക്കും ജീവിച്ചു പോണ്ടേ. സാറിന്റെ പേര് വിട്ടുപോയല്ലോ. അരവിന്ദ് ടി പി. ഓക്കെ. അരവിന്ദ് മാഷ വണ്ടി ഏതാ? വണ്ടി ബൈക്കാണ് സാർ. TVS സ്റ്റാർ സിറ്റി. TVS. അത് സാറിന്റെ? BMW 5 Series.
5 സീരീസ്. മൊബൈൽ ഫോൺ ഏതാ? വീഡിയോകോൺ പ്രീപെയ്ഡ്. സാറിൻ്റെ ഐഫോൺ 6+. 6+. ഏതെങ്കിലും ക്ലബിൽ മെമ്പറാണോ? ആ, ശാരദ ആർട്ട് ആൻഡ് സ്പോർട്സ് ക്ലബ്. എവിടെയത്? നെല്ലിമൂട്. സാർ ഏത് ക്ലബിലെ മെമ്പർ? മെട്രോപൊളിറ്റൻ. അവസാനമായിട്ട് എവിടെയാ ടൂർ പോയത്? കുറ്റാലം. അന്ന് ധാരാളം വെള്ളമൊക്കെ ഉണ്ടായതുകൊണ്ട് കുളിക്കാനൊക്കെ പറ്റി. നന്നായി നന്നായി. ഇപ്പൊ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ പഴനിക്ക് പോകണം. ഓ പോയിക്കോളൂ. സാർ എവിടെയാ ടൂർ പോയത്? സിംഗപ്പൂർ, ബാങ്കോക്ക്. സിംഗപ്പൂർ, ബാങ്കോക്ക്. നമ്മുടെ ബിസിനസ് എന്താ? ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, പ്രിയ മെഡിക്കൽസ്. ഈ അജിത് സാറിന് AC ഷോറൂമാണ്. ഇദ്ദേഹം മോള സ്കൂളിന് 20 AC ആണ് ഡൊണേറ്റ് ചെയ്തത്. നമ്മുടെ ജോൺ സാറില്ലേ, കൊട അദ്ദേഹം കൊട കമ്പനിയിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും ഓരോ കൊട കൊടുത്തു. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. എല്ലാ പിള്ളേർക്കും ഒരു ഫ്രീ വാക്സിനേഷൻ കൊടുത്താലോ? അയ്യോ, എൻ്റെ ഒരു ചെറിയ കടയാണ് സാർ, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് പൂട്ടിപ്പോവും. എൻ്റെ മാഷേ, നിങ്ങൾക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണം, തട്ടുകാട്ടർ പൈസ കൊടുക്കാനേ പറ്റുള്ളൂ. എങ്ങനെയാ ശരിയാവുക? അല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. മാഷ് ഒരു കാര്യം ചെയ്തോളൂ, ക്യാഷ് അറേഞ്ച് ചെയ്യും, ബാക്കി കാര്യം ഞാനേറ്റു. സാറിൻ്റെ ഫീസ്? അയ്യോ, അത് വിട്ടേക്കൂ. ഇതൊക്കെ ഒരു ജനസേവനല്ലേ, അല്ലേ സാറേ? ഞാൻ ഈ അഡ്മിഷൻ സിസ്റ്റത്തിന്റെ ഒരു കൊച്ചു അഭ്യുതകാംക്ഷി മാത്രം. സാറിനോട് ചോദിച്ചാൽ മതി, അല്ലേ സാറേ? അവിടെ ചോദിച്ചാൽ If you're happy and you know it, clap your hands. Clap, clap. If you're happy and you know it, stomp your feet. If you're happy and you know it, nod your head. Nod your head. If you're happy and you know it, and you really wanna show it. If you're happy and you know it, clap your hands. Jump up high. If you're happy and you If know you're it, and you happy really and you wanna show it. clap your hands. Clap, clap, jump up high. മനു, മനു, മനു എവിടെ? ഇവിടെയൊന്നുമില്ലല്ലോ. ഈശ്വരാ. മാമി, എന്നമ്മാ? മനു ഇവിടെ വന്നോ? ഇല്ലേ? അയ്യോ, മുകളിലില്ല, താഴെ നോക്കട്ടെ. രവിച്ചേട്ടാ, മനു ഇങ്ങോട്ട് വന്നോ? ഒരു മിനിറ്റ്. ഇല്ല മോളെ, ഞാൻ കണ്ടില്ല. എന്ത് പറ്റി? അല്ല, ഒന്നുമില്ല. മനു, അമ്മ, എവിടെയൊക്കെ നോക്കി നിന്നെ? ഒറ്റയ്ക്ക് പുറത്ത് പോരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ബാൽക്കണിയിൽ നിന്നപ്പോ ഒരു വലിയ സ്ഥലം സ്പീഡിൽ പോയി. ഇപ്പൊ അതിനെ കാണുന്നില്ല. എവിടെയാ? അത് വാൽനക്ഷത്രമായിരിക്കും മോനെ. ഞങ്ങളുടെ ചെറിഞ്ഞും വാലുണ്ടായിരുന്നു. ആണോ? ഈ നക്ഷത്രത്തിന് എന്താ വാലില്ലാത്തേ? സ്റ്റാർസ് അങ്ങ് ദൂരെയല്ലേ? ചില സ്റ്റാർസിന്റെ ചെറിയ കഷ്ണങ്ങള് പൊട്ടി ഭൂമിയിലേക്ക് വീഴും. അങ്ങനെ വീഴുമ്പോ തീ പിടിച്ച് കത്തുന്നതാ നമുക്ക് വാല് പോലെ കാണുന്നത്. അപ്പൊ എന്റെ തല വീഴുവോ? ഒന്ന് പോടാ, അങ്ങനെയൊന്നും വീഴില്ല. മനു, ഇവിടെ വന്ന് നിക്ക. ടോയ്ലറ്റിൽ പോയി വരാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ടെൻഷനിലായെന്നറിയോ? എത്ര തവണയായി ചോദിക്കുന്നു ഏത് കളറാണെന്ന്. അപ്പോഴൊക്കെ ഫോണിലല്ലാന്നോ? ടീന, ഇനി ഞാൻ മനുവിനെ പഠിപ്പിച്ചോളാം. സത്യം പറഞ്ഞ മനു ഭയങ്കര റെസ്റ്റ്ലെസ്സാ. അവനെ എനിക്ക് മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ നാളെ മുതൽ ടീന വരണമെന്നില്ല. അയാള് വണ്ടിയിലിരുന്നേ ഫോണിന് ഭാര്യയെ വിളിച്ച് സ്കൂളിലെ അഡ്മിഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ കിണ്ടി ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലായി. വിദ്യാഗുരുവിൽ തന്നെയല്ലേ? അതെ, 10 മണിക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് തുടങ്ങത്തുള്ളൂ. പക്ഷെ ക്യൂ വെളുപ്പിനെ തുടങ്ങിയിട്ടുണ്ട്. എന്റെ വണ്ടി കയറിയ ആള് ക്യൂ നിൽക്കാൻ വന്നതാ. ആദ്യം ഫാം വാങ്ങുന്ന 50 പേരെ എന്തായാലും ഇന്റർവ്യൂവിന് വിളിക്കുന്ന അങ്ങേര് എന്നോട് പറഞ്ഞത്. നമ്മൾ ലേറ്റ് ആവോ? ഇല്ല, ഞാൻ ഷഫീഖിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇപ്പോൾ എത്തിക്കോളും. ക്യൂ കിടക്കുന്ന കിടാണ്ട. വായി നോക്കി എവിടെയാണോ? നിങ്ങളുടെ മോന് വേണ്ടിയല്ല. അല്ല, ഞാൻ ബാച്ചിലറാ. അപ്പൊ പിന്നെ ഞങ്ങളെ തറവാട്ടിലെ 3 കുട്ടികളെ വീതം ഓരോ കൊല്ലം സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിലൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാ. തെണ്ടി അവിടെ ഒന്ന് വളച്ചത് മതി. കട തുറക്ക്. അല്ല, ഞാൻ കുഴപ്പമില്ല, ഞാൻ തയ്യാറായിട്ട് വന്നാ. അപ്പൊ കട ആരും ഓർക്കും? ചെല്ലട വേഗം. ഞാൻ അങ്ങക്ക് വേണ്ടി 10 ദിവസം വരെ വരിക്കാൻ തയ്യാറാ. ചെല്ലട വേഗം. ചെല്ലത്തിൽ ഇടപെടും. ക്യൂ നിൽക്കാൻ ഞാൻ ഇനിയും വരൂ. കൊടുത്തു തുടങ്ങിയല്ലോ അല്ലേ? ഇല്ല ഇല്ല അല്ലേ? ഇതുവരെ കൊടുത്തിട്ടില്ല. വെളുപ്പിനെ വന്ന് നിന്നതാ. ഇനി എപ്പോ കൊടുക്കോ? ഒന്ന് പിടിച്ച്. അയ്യോ, എന്ത് പറ്റി? കുറച്ച് വെള്ളം കൊണ്ടുവരും. ഒന്ന് പിടിച്ചേ. ഓട്ടോ എടുക്ക.
ചേട്ടാ ഒന്ന് സഹായിച്ചാ മതി. കാലേ ഓട്ടം മതി. നീ ക്യൂ നിൽക്കടാ. അത് കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ പോട്ടെ. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വന്നിട്ടോ, അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. കിടന്നുറങ്ങടാ, വാങ്ങിക്കോ എന്റെ കയ്യിന്ന്. അവന്റെ ഒരു അച്ഛൻ, എന്റെ ഒരു തലവിധി. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഒന്നിനും സമയം, ഒന്നിനും. വഴി കിടക്കുന്ന കിളവന്മാർ ആശുപത്രി കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. കൂടെ ഉണ്ടല്ലേ കുറെ എണ്ണം. എന്തിനു കൊള്ളാം. മുലാളി എന്തെങ്കിലും ഒരു താക്കോല് ഉത്തരവാദിത്തം തരാൻ വേണ്ടേ? വന്നതാ. എന്റെ കാര്യം പോട്ടെ. ആ താക്കോല് കൊച്ചിന്റെ നീ ഭാവിയിൽ വെച്ചോ. ഓർത്തോ. ഞാൻ നാളെ വരെ ലേറ്റ് ആവും. ഞാൻ നാളെ പീടിയിൽ കാര്യം കൂടി വെക്കേണ്ടി വരുമോ? ഇത്രയും നേരം ഞാൻ വായിട്ട് അലച്ചിട്ടും എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ മനുഷ്യൻ നിങ്ങൾക്ക്. ഷഫീക്ക് താക്കോല് വരാൻ വന്നാ മോളൂ. അതിനെന്താ ഞാൻ തലയും കുത്തി നിൽക്കണോ? നിങ്ങൾ ആയുസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പോട്ടെ. അതോ വിട്ടുവിടുങ്ങാണ്ട് കഴിച്ചിട്ടായി. ഇവിടെ വീട് തല്ലി പൊളിക്കുന്നത് തോന്നണം. മോന്റെ ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ ദൈവമേ. അവൻക്ക് ഇവിടെ ആരെങ്കിലും പനി പിടിച്ച് ചാവാൻ കിടന്നാ സ്വന്തം കടയിൽ സാമ്പിൾ മരുന്ന് കൊണ്ടുതരും. കാണാനില്ലല്ലോ. ആ ഇനി അതിന്റെ അകത്തേക്ക് കയറി നോക്ക്. നോക്കാം. നിധി വല്ലതും കിട്ടിയാലോ? അതെ. മോന്റെ അഡ്മിഷന് ഡൊണേഷനായി കൊടുക്കാം. ഇനി അതേ നിവൃത്തിയുള്ളൂ. ഹോ, ആരോട് പറയാനാ? നിങ്ങളെപ്പറ്റി നിധി വല്ലതും കിട്ടിയാലോ എന്ന് പറഞ്ഞപ്പോ വന്നതാ. ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. അല്ല, എന്താ ഈ സമയത്ത്? കൂടുതൽ പരിക്ക് പറ്റുന്നതിന് മുമ്പ് വന്ന് അറിയിക്കാന്ന് വിചാരിച്ചു വന്നതാ. ഇന്ന് ഫോൺ കൊടുത്ത സ്കൂളിനെതിരെ ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. രാവിലെ അവിടെ പൊരിഞ്ഞ അടിയല്ലായിരുന്നോ? ആരോ ഇടയ്ക്ക് കയറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം. ഏതായാലും ഫോം വിതരണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. ദൈവമേ, രക്ഷപ്പെട്ടു. ഞാനും. നിങ്ങൾ ഇരിക്കേ, കഴിച്ചിട്ട് പോവാം. വേണ്ട വേണ്ട, വീട്ടിൽ അവള് മാത്രമേ ഉള്ളൂ. ഇത് അറിഞ്ഞോടനെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചേ ഉള്ളൂ. പോട്ടെ. ഞാനൊന്ന് തഴവരെ പോട്ടെ. ദൈവമേ, നിങ്ങൾ നടന്നോ, ഞാൻ ഇപ്പം വരാം. പ്രിയ, എന്ത് പറ്റി പവിത്രേട്ടാ? എന്തെങ്കിലും എടുക്കാൻ മറന്നോ? പ്രിയ അരവിന്ദൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. അച്ഛൻ അരവിന്ദേട്ട കുട്ടിയായിരുന്നു ഇപ്പൊ മരിച്ചതല്ലേ? അരവിന്ദൻ 8ാം ക്ലാസ്സിലായിരുന്നു. നല്ല ആരോഗ്യം ഗ്ലാമറും ഒക്കെ ആയിരുന്നു അരവിന്ദൻ്റെ അച്ഛന്. പുള്ളി ഞങ്ങളുടെ ഒരു ഹീറോ ആയിരുന്നു. ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം വഴി കുഴഞ്ഞു വീണ അവൻ്റെ അച്ഛൻ മരിച്ചത്. പട്ടാപ്പകലായിരുന്നു. എത്തിക്കാൻ താമസിച്ചു എന്നാ ഡോക്ടർമാർ പറഞ്ഞു. എന്തോ അന്നാർക്കും സഹായിക്കാൻ മനസ്സ് തോന്നിയില്ല. വരട്ടെ. ഞങ്ങൾ രാവിലെ ഇവിടെ പോയിരുന്നു. അപ്പോഴാ ഇതൊക്കെ. പോട്ടടാ. അവളാകെ ടെൻഷനില്ല. ഈ അഡ്മിഷൻ്റെ കാര്യമൊക്കെ ആയിട്ടേ ദേഷ്യം വരുമ്പോൾ ഓരോന്ന് പറയുന്നേ ഉള്ളൂ. പാവ. ഇനിയും ദേഷ്യം വരാമല്ലോ. നീ ചെല്ല്, പോവാം. അരവിന്ദേട്ടാ, ഞാൻ ഓർത്തില്ല. അഡ്മിഷൻ, സ്കൂള്, ഓഫീസിലെ ലീവ് എല്ലാം കൂടി ആയപ്പോ. അതൊന്നും കുഴപ്പമില്ല. നോ പ്രോബ്ലം. മോൻ ഉറങ്ങിയോടി? ആ, അവൻ ഉറങ്ങി. ആ പ്രിയ, ഞാനാ. ആ ചേട്ടാ, നീ എവിടെ? ഞാൻ മാർക്കറ്റിലാ. എത്ര നാളായി ചേട്ടനൊന്ന് ഫോൺ വിളിച്ചിട്ട്? മൊത്തം തിരക്കിലായിരുന്നു മോളെ. ഫുൾ ട്രാവല്. ഓൾ ഡൺ. ഇനിയിപ്പോൾ നേരെ നാട്ടിലേക്ക്. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ, അതല്ലേ വിളിച്ചത്. സ്ട്രേറ്റ് എയർപോർട്ടിൽ നിന്ന് രാമപുരത്തേക്ക്. ആഞ്ചലയും കാണും കൂടെ. ആ, അവസാനം ഏട്ടത്തിയമ്മ കാണാൻ പറ്റുമല്ലോ. അളിയനുണ്ടോ വീട്ടിൽ? അരവിന്ദേട്ടൻ കടയില്ല. ആ ശരി ശരി, ഞാൻ മൊബൈലിലേക്ക് വിളിച്ചോളാം. കുഴപ്പമില്ല. നിങ്ങൾ നാട്ടിലേക്ക് വരുമല്ലോ അല്ലേ? പിന്നെ ഞങ്ങള് തലേ ദിവസം തന്നെ എത്തും. ശരി എന്നാ. ഓക്കെ, ബൈ ചേട്ടാ. പ്രിയ. സോറി. പോയിക്കോളൂ. അതെ, ഇപ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരില്ലേ? ഇത്തവണ എന്താ നാട്ടിൽ പോവാൻ ഒരു സന്തോഷമില്ലാത്ത? സന്തോഷമൊക്കെ തന്നെയാ, പക്ഷെ അവിടെയും പ്രശ്നമാണല്ലോ. എന്ത് പ്രശ്നം? ഭാഷ തന്നെ. ഓ, ഏട്ടത്തിയോ? അതൊക്കെ പോട്ടെ. തനിക്കെന്താ ഇപ്രാവശ്യം നാട്ടിൽ പോകാൻ ഇത്ര വലിയ താല്പര്യം? അത് ചേട്ടൻ വരുന്നുണ്ട്. പിന്നെ സത്യം പറ പ്രിയ, നിനക്ക് അവിടെ പോയിട്ട് ജർമ്മനി അടുത്തേക്ക് കൊണ്ട് മോനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനല്ലേ? You know it. Clap your hands. Clap, clap. തുടങ്ങിയോ? കേട്ടില്ലേ, അവൻ എത്ര നന്നായിട്ടാ ഇംഗ്ലീഷ് പറയുന്നത്. ശരിയാ. നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ഇന്റർവ്യൂവിന് ഉറക്കിയിട്ട് കൊണ്ടുപോയാലോ? അമ്മേ വേണ്ടേ?
നോ പ്രോബ്ലം. കണ്ണാടി എന്തേ? നീ അത് കാണണമെങ്കിൽ വേറെ കണ്ണാടി വെക്കണം.